സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയില് 119 ആയത്തുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ഓതാറുള്ള ഒരായത്താണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ, നിങ്ങൾ സത്യവാന്മാരോട് കൂടെ ചേരുവിൻ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോകാൻ സജ്ജമായി നിൽക്കുന്ന സാഹചര്യം. സ്വഹാബത്തൊക്കെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ യുദ്ധ കാഹളം മുഴങ്ങി സ്വഹാബത്തും സംഘവും യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. കപടവിശ്വാസികളായ ആളുകളുണ്ട്. അവർ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ കൂട്ടത്തിൽ മഹാന്മാരായ 3 സ്വഹാബികൾ അകപ്പെട്ടുപോയി. കപടവിശ്വാസികളുടെ കൂട്ടത്തിൽ അവരുടെ പ്രലോഭനങ്ങൾക്കോ മറ്റോ എന്തോ വഴിപ്പെട്ട് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 3 ആളുകൾ ആ വിഭാഗത്തിൽപ്പെട്ടു. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. മുസ്ലിമീങ്ങൾ വിജയിച്ചു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പങ്കെടുക്കാത്ത ആളുകളെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് കപടവിശ്വാസികളായിരുന്ന ആളുകളൊക്കെ വന്നുകൊണ്ട് പല കാരണങ്ങളും ഇല്ലാ കഥകളൊക്കെ പറഞ്ഞ് ആ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് അവർ റസൂലുള്ളാഹിന്റെ മുമ്പിൽ രക്ഷപ്പെട്ടു. പക്ഷെ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു തന്റെ ഉള്ളിലെ ആ ഈമാൻ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കളവ് പറയാൻ അദ്ദേഹത്തെ സമ്മതിച്ചില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിൽ വന്നുകൊണ്ട് കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലേ, അങ്ങയോടല്ലെങ്കിൽ ഞാൻ കളവ് പറഞ്ഞ് രക്ഷപ്പെട്ടിരുന്നു. എനിക്ക് യുദ്ധത്തിന് പങ്കെടുക്കാതിരിക്കാൻ ഒരു കാരണവും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, കഅബേ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. എങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നത് വരെ നിങ്ങൾ മാറി നിൽക്കണം. വലിയ പ്രയാസത്തോടു കൂടിയാണ് കഅബ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്കിനെ കേൾക്കുന്നത്. അങ്ങനെ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു മാനസികമായി സംഘർഷത്തിൽ പ്രയാസത്തിലുമായി തിരിച്ചു പോവുകയാണ്. അദ്ദേഹം എല്ലാവരാലും ഒറ്റപ്പെട്ടു. തന്റെ വീടിന്റെ ഉള്ളിൽ ഈ വല്ലാത്ത ഒരു വിഷമം അദ്ദേഹം പേറിക്കൊണ്ട് കഴിയുന്ന സമയത്ത് ദിവസങ്ങൾ ഓരോന്ന് കഴിയുകയാണ്. ജനങ്ങളൊക്കെ അടക്കം പറയുന്നു. അദ്ദേഹത്തിന് കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അടക്കം പറയുകയാണ്, ആ കഅബിനൊന്ന് എന്തെങ്കിലും ഒരു നുണ പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നല്ലോ. പക്ഷേ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു. ദിവസങ്ങൾ 50 പിന്നിട്ടു. അങ്ങനെയാണ് മാലാഖ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുവിൻ, നിങ്ങൾ സത്യവാന്മാരോട് കൂടെ ചേരുവിൻ. ഈ സന്തോഷ വാർത്ത കേട്ട് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയിലേക്ക് ഓടി വരികയാണ്. തന്റെ അനുയായിയെ പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ വലിയ വാക്ക് കേട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് സന്തോഷിച്ചു. കഅബ് റളിയല്ലാഹു ഓടി വരികയാണ് മുത്ത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖമാകെ സന്തോഷഭരിതമായി അവിടുന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബേ, ഇതാ എന്റെ കാര്യത്തിൽ തീരുമാനമെത്തിയല്ലോ, എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ എന്റെ ഈ നിലപാടിൽ ഉറച്ചു നിന്നത് കൊണ്ട് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തി. ഇനി ഒരിക്കലും ഞാൻ കളവ് പറയുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ആ സ്വഹാബി പറയുന്ന ഒരു ചരിത്രം ഇന്നും നൂറ്റാണ്ടുകൾക്കിപ്പുറത്തും നമ്മൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ചരിത്രത്തെ ഓർമ്മിക്കുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം ഫേക്ക് ന്യൂസുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇല്ലാ കഥകൾ പറഞ്ഞ് അല്ലെങ്കിൽ സത്യത്തെ മറച്ചു വെച്ച് കളവുകളെ നിരന്തരം ആവർത്തിച്ച് സമൂഹത്തിനിടയിൽ നല്ല നല്ല ആളുകളെ പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു കാലമാണ്. തമാശക്ക് പോലും നിങ്ങൾ കളവ് പറയരുതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയാത്ത കാര്യങ്ങളെ, നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളെ, ആരെങ്കിലും പടച്ചുവിടുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്തുക. അത്തരം കാര്യങ്ങളെ, നന്മകളെ, സത്യസന്ധമായ കാര്യങ്ങളെ പ്രചരിപ്പിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.